യോഗി ആദിത്യനാഥ് പഠിക്കുന്ന കാലത്ത് SFIയിൽ ചേരാൻ അവസരം ഉണ്ടായി അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കങ്ങ് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ SFI എന്ന് പറഞ്ഞാൽ തലനേരെയൊക്കെയാണ് യോഗി ആദിത്യനാഥ് SFIയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ല, അവിടെ ഉത്തർപ്രദേശിൽ CPM വല്ല സ്വാധീനമുണ്ടോ? അപ്പോൾ പ്രത്യേകിച്ച് സ്വാധീനം ആകെ ആ ഹിമാചൽ പ്രദേശില് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്. വി ആർ ഫ്രം DYFI എന്ന് വിളിച്ചു. വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിച്ചതുപോലെ രാമേന്ദ്ര സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഉത്തർപ്രദേശ് ഒരുപാട് ദൂരെയുള്ള വലിയൊരു സംസ്ഥാനമാണ്. അവിടെ യോഗി ആദിത്യനാഥ് പഠിക്കുന്ന കാലത്ത് SFIയിൽ ചേരാൻ അവസരം ഉണ്ടായി അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കങ്ങ് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ SFI ആ ചിന്ത്യം അതെങ്ങനെ സംഭവിക്കും? സത്യത്തിൽ ഞാനും ഇത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ദ മങ്ക് ഹൂ ബിക്കെയിം ചീഫ് മിനിസ്റ്റർ എന്ന പ്രധാനപ്പെട്ട ശന്തനു ഗുപ്ത എഴുതിയ പുസ്തകം, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ സിനിമ വന്നത്. മുഖ്യമന്ത്രിയായ സന്യാസി. അതിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമ വന്നിരിക്കുന്നത്. സിനിമയുടെ റിവ്യൂ ഞാൻ വായിച്ചു. ഗംഭീര സിനിമയാണ് എന്ന് പറയുന്നുണ്ട്. സിനിമയിൽ ഈ ഭാഗം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ പുസ്തകത്തിലുള്ള ഭാഗമാണ് പറയുന്നത്. അവിടെയൊക്കെ വല്ല NSU ചേരാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. SFIയിൽ ചേരാൻ ശ്രമിച്ച കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തലനേരെയൊക്കെയാണ് യോഗി ആദിത്യനാഥ് SFIയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് അദ്ദേഹം ആശംസ അയച്ചിരുന്നല്ലോ, അപ്പോഴാണ് ഞാൻ ഇത് വീണ്ടും ഓർത്തത്. അപ്പോൾ യോഗിയെ പിടികൂടാൻ SFIക്കാർ വന്നു. അത് കുടുംബത്തിൽ തന്നെ ഒരു SFIക്കാരനുണ്ടായിരുന്നു. അല്ല, അവിടെ ഉത്തർപ്രദേശിൽ CPM വല്ല സ്വാധീനമുണ്ടോ? അപ്പോൾ പ്രത്യേകിച്ച് സ്വാധീനം ആകെ ആ ഹിമാചൽ പ്രദേശില് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്. പിന്നെ തരിഗാമി എന്ന് പറഞ്ഞ ഒരാളാ കാശ്മീരിലുണ്ട്, ഒരു MLA ആണ് തരിഗാമി. പക്ഷേ UP ഇത് എന്താ CPM ഇല്ലാത്തടത്ത് SFI എങ്ങനെ ഉണ്ടാവും? ഈ മാർക്കണ്ഡേ കജ്ജൂന്റെ അടുത്ത് പണ്ട് റഹിമും ടീമും ഒക്കെ പോയില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ കുറച്ച് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വി ആർ ഫ്രം DYFI എന്ന് വിളിച്ചു. വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിച്ചതുപോലെ. അത് ശരിയാ, കഡ്ജുവിൻ്റെ അടുത്ത് പോയിരുന്നു റഹീം. പക്ഷെ റഹീം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ കഡ്ജുവിനൊന്നും നമുക്ക് അറിയില്ല. കഡ്ജു പറഞ്ഞ റഹീമിനും മനസ്സിലായിട്ടുണ്ടാവില്ല. മാത്രമല്ല ഈ കഡ്ജു എന്ന് പറയുമ്പോൾ ഇത് കാഷ്യൂ എന്ന് കേട്ടിരിക്കാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രമോദ് റാവത്ത് ABVP വലിയ നേതാവായിരുന്നു. എന്നാൽ പിന്നെ ശരി, എന്നാൽ ABVP എന്ന് പറഞ്ഞിട്ട് ABVPയിൽ അജയ് ബിഷ്ട് ചേർന്നു. അജയ് ബിഷ്ട് യോഗി ആദിത്യനാഥിന്റെ പൂർവാശ്രമത്തിലെ പേര് അജയ് ബിഷ്ട് ആണെന്ന് അധികം പേർക്കൊന്നും അറിയില്ല. അജയ് ബിഷ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആളാണ്. ഈ സിനിമയിൽ ഈ അജയ് ബിഷ്ട് എന്നുള്ള ഭാഗമാണ് ഇന്റർവെൽ വരെ. ഇന്റർവെല്ലിന് ശേഷമാണ് ഈ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ റാവത്ത് ഈ ABVPയിൽ ചേർത്ത ആളെ വിളിച്ചിരുന്നത് തുന്ന എന്നാണ്. അത് ഈ ദ മങ്ക് ഹൂ ബിക്കെയിം ചീഫ് മിനിസ്റ്റർ അതിൽ പറയുന്നുണ്ട് തുന്ന. ഈ തുന്നയാണ് ഈ കോളേജ് ലൈബ്രറി കൊണ്ടുപോയിട്ട് പുള്ളിയെ വഴിമാറ്റി SFIയിൽ ചേരാനിരുന്ന ആളെ ABVPയിലേക്ക് കൊണ്ടുവന്നത്. ABVPയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാമജന്മഭൂമി പ്രസ്ഥാനവുമായിട്ട് നടക്കുന്ന മഹന്ത് അവൈദ്യനാഥിനെ പരിചയപ്പെടും. മഹന്ത് അവൈദ്യനാഥ് ഈ പ്രസ്ഥാനമായിട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. കുറേയൊക്കെ ആ കാലത്ത് അമിത്ഷായും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പരിചരിക്കുന്ന അമിത്ഷായുടെയും ഗുരുവാണല്ലോ. അപ്പോൾ അങ്ങനെ നടന്നു. അപ്പോൾ ഇയാളുടെ ഈ വലിയ താല്പര്യം ആത്മീയതയിലുള്ളത് കണ്ടിട്ട് അജയ് ബിഷ്ടിനെ ശിഷ്യനാക്കാം എന്ന് മഹന്ത് അവൈദ്യനാഥ് സമ്മതിച്ചു. പിന്നീട് പിൻഗാമിയുമാക്കുന്നുണ്ട് ഈ ശിഷ്യനെ. അപ്പൊ നാഥ് സമ്പ്രദായത്തിൽ പോകുന്ന സന്യാസ സമൂഹമാണ് അത്. ഗോരഖ്നാഥ് പീഠത്തിന്റെ അധിപതിയായിരുന്നു മഹന്ത് അവൈദ്യനാഥ്. ഗോരഖ്പൂരിൽ നിന്ന് അദ്ദേഹം MP-യുമാണ്. അവിടെയും പിൻഗാമിയായി അജയ് ബിഷ്ട്. അപ്പോൾ എപ്പോഴും ഈ ABVPയുമായിട്ട് ചേർന്ന് കോളേജിൽ പോയില്ല അജയ് ബിഷ്ട്. ABVP പറയുന്ന ആജ്ഞകൾ അങ്ങനെ തന്നെ അനുസരിച്ച് മറ്റൊരു സംഘടനയുണ്ട്, ഹിന്ദു യുവവാഹിനി, അതുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അങ്ങനെ പാർട്ടിയുമായിട്ടോ
ഒന്നും സ്വന്തമായി നിലപാടൊക്കെ ഉണ്ടായിരുന്നു. 1992 കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ ചേർന്ന അടുത്ത കൊല്ലം വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സെക്രട്ടറിയായിട്ട് മത്സരിക്കണം, ABVPയുടെ യൂണിയൻ സെക്രട്ടറിയായിട്ട് മത്സരിക്കണം എന്ന് അജയ് ബിഷ്ത് പറഞ്ഞു. അത് ABVP സമ്മതിച്ചില്ല. ഇന്നലെ വന്നൊരുത്തൻ ഇപ്പം തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഉഴപ്പിക്കളഞ്ഞു. അപ്പോൾ അജയ് ബിഷ്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിമതനായിട്ട് റിബലായിട്ട് മത്സരിച്ചു. അങ്ങനെ സ്വതന്ത്രനായിട്ട് നിന്നു, തോറ്റുപോയി. പുള്ളി മത്സരിച്ചിട്ട് തോറ്റുപോയ ഏക സംഭവം തോറ്റുപോയ ആദ്യത്തെയും അവസാനത്തെ തോൽവിയാണ്. 1993 നവംബറിൽ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങേര് വീട്ടിലൊന്നും പറയാതെ പുറപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഗോരഖ്നാഥ് പീഠത്തിൽ സന്യാസിയാകാനാണ് പോയത്. വീട്ടുകാർ ചിലപ്പോൾ കരഞ്ഞു വിളിക്കുന്നുള്ളതുകൊണ്ട് പറയാതെ പോയതാണ്. 1994 ഒരു പ്രാദേശിക പത്രത്തിൽ മഹന്ത വൈദ്യനാഥിൻ്റെ പിൻഗാമി ആകും ഈ അജയ് ബിഷ്ത് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നപ്പോഴാണ് മാതാപിതാക്കൾ ഇത് അറിയുന്നതും ലൊക്കേറ്റ് ചെയ്യുന്നതും ഈ മകനെ. അപ്പോൾ ഗോരഖ്പൂരിൽ ചെന്നിട്ട് അച്ഛൻ ആനന്ദ് ബിഷ്ത്, അമ്മ സരിത ദേവി അവർ കണ്ടു. അപ്പോൾ കാവി വേഷമൊക്കെ ഇട്ടാണ് മകനെ കാണുന്നത് ആദ്യമായിട്ട്. വലിയ വിഷമം ഉണ്ടായി അവർക്ക്. അപ്പോൾ 2 മാസം കഴിഞ്ഞ് സ്വന്തം ഗ്രാമത്തിൽ ഈ ശങ്കരാചാര്യരെ എങ്ങനെ സന്യാസിയാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഭിക്ഷ എടുക്കാനായിട്ട് പോകണം എല്ലായിടത്തും. അമ്മയുടെ അടുത്ത് നിന്ന് വേണം ആദ്യം ഭിക്ഷ എടുക്കാൻ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഗ്രാമത്തിൽ അമ്മയുടെ അടുത്ത് ഭിക്ഷ എടുക്കാനായിട്ട് എത്തി. അന്ന് മുതൽ അച്ഛനും അമ്മയും ഇയാളെ യോഗി ആദിത്യനാഥിനെ മഹാരാജ്ജി എന്നാണ് വിളിക്കുന്നത്. അജയ്ന്നോ ഒന്നുമല്ല വിളിക്കുന്നത്. 5 തവണ പിന്നെ MP ആയി. ഇപ്പോൾ അജയ് ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്ന് പറഞ്ഞ സിനിമ വന്നു കഴിഞ്ഞ സമയമാണ്. പരേഷ് റാവലാണ് മഹന്ത വൈദ്യനാഥിനെ അവതരിപ്പിക്കുന്നത്. ആനന്ദ് ജോഷി യോഗി ആദിത്യനാഥിനെ. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഗംഭീരമാണെന്നാണ് റിവ്യൂകളിൽ കാണുന്നത്. ആ മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ടല്ലോ സിനിമയുടെ ആദ്യ ഭാഗത്ത്. അത് ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ആശംസ അയച്ചു കൊടുത്തില്ലേ, ഈ ആശംസ എന്നാൽ പിന്നെ BJPക്ക് ഇട്ടൊന്ന് വെക്കാം എന്നൊക്കെ വിചാരിച്ച് ചെയ്തായിരിക്കും. സനാതന ധർമ്മത്തെ സംരക്ഷിക്കണം എന്നൊക്കെ അതിൻ്റെ അകത്തുള്ളൂ. ധർമ്മ സംരക്ഷകൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മ സംരക്ഷകൻ എന്നല്ലേ. മാത്രമല്ല പുരാതന ജ്ഞാനം, പൈതൃകം ഇതെല്ലാം നമ്മളെ ചേർത്ത് നിർത്തും പറഞ്ഞാൽ ഹിന്ദു ഐക്യത്തെ ശക്തിപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സന്മാർഗ പാതയിലേക്ക് ഇത് നയിക്കും. അയ്യപ്പൻ നമ്മളെ സന്മാർഗ പാതയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതും മാർക്സിസ്റ്റുകൾ സനാതന ധർമ്മത്തിലേക്ക് വരട്ടെ എന്നല്ലേ ആശംസ. അതെ അല്ല, വന്നു തുടങ്ങി. ഇപ്പം ഞാനൊരു ഇത് കണ്ടു, ഈ ലോക സിനിമയ്ക്കകത്ത് ഈ നഗരത്തിൽ താമസിക്കുന്ന രക്ഷസ് രക്തം കുടിക്കാൻ പോകുന്ന സീനിട്ടുണ്ടല്ലോ. അതുപോലെ ഈ രക്തം കുടിക്കുന്ന പല്ലുകൾ ഊരി വെച്ചിട്ട് പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ പോകുന്നു പറഞ്ഞൊരു കാർട്ടൂൺ കണ്ടു ഞാൻ. മാത്രമല്ല അദ്ദേഹം അയ്യപ്പൻ്റെ ചിത്രമൊക്കെ വാങ്ങും. അതെ പിണറായി അയ്യപ്പൻ രക്ഷിക്കുമെങ്കിൽ